നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അഹമ്മദാബാദിലെ മൊട്ടേറ സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡും നേർക്ക് നേർ. ഇന്ന് കിരീടം ഉയർത്തുക, അതിൽ കുറഞ്ഞൊരു ലക്ഷ്യം രണ്ടു ടീമിനുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. ന്യൂസിലാൻഡിൻ്റെ ഫൈനലിലേക്കുള്ള വരവ് അത് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ്. ഈ ടൂർണമെൻറ്റിൽ അപരാജിത കുതിപ്പ് നടത്തി വന്ന ടീമിനെ തോൽപ്പിച്ചിട്ടാണ് അവർ ഫൈനലിലേക്ക് വരുന്നത്. ടീം ഇന്ത്യ ആവട്ടെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ടൂർണമെൻറ്റിൽ പുറത്തെടുത്തെന്ന് പറയാനാവില്ല. സ്റ്റിൽ നമ്മളിതാ ഫൈനലിലേക്ക് എത്തുന്നു. ഇവിടെ ഒരു കിടിലൻ പോരാട്ടം നടക്കും. സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ്. പക്ഷെ മറുഭാഗത്ത് അഭിഷേക് ശർമ്മ നിരാശപ്പെടുത്തുന്നത് തുടരുകയാണ്. വരുൺ ചക്രവർത്തിയുടെ കാര്യം എന്താകും? അദ്ദേഹം ഇപ്പോൾ നിരന്തരം റണ്ണ് ലീക്ക് ചെയ്യുന്നൊരവസ്ഥ. T20 ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫോമിന് വല്ലാത്ത പ്രാധാന്യമുള്ളതാണ്. കറണ്ട് ഫോമിന് പ്രാധാന്യമുള്ള ഫോർമാറ്റാണ്. 11.6 അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ്. അപ്പോൾ അത് തിരിച്ചടിയാകുമോ? പകരം ആരെ ഇറക്കും? അതല്ല അദ്ദേഹത്തെ തന്നെ നിലനിർത്തുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ടീം ന്യൂസ് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇന്ത്യയുടെ കാര്യത്തിൽ അഭിഷേക് ശർമ്മയെ മാറ്റും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല. അദ്ദേഹം എന്തായാലും തുടരും. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് തന്നെ ഓപ്പൺ ചെയ്യും. ദെൻ വരുൺ ചക്രവർത്തിയുടെ കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന് പകരം അവൈലബിൾ ആയിട്ടുള്ളത് 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഒന്ന് കുൽദീപ് യാദവ്, മറ്റൊന്ന് മുഹമ്മദ് സിറാജ്, ദെൻ വാഷിംഗ്ടൺ സുന്ദർ. ഇവിടെ സിറാജ് പേസറാണ്. പക്ഷേ ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം സ്പിന്നർമാരെക്കാൾ കൂടുതൽ കുറച്ചുകൂടി പേസർമാർക്ക് അല്ലെങ്കിൽ ഹിറ്റ് ദി ഡെക്ക് എന്ന രൂപത്തിൽ ബൗൾ ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് സിറാജിനെയും പരിഗണിച്ചേക്കാം. ഇവിടെ ലോകോത്തര സ്കിൽ സെറ്റായിട്ടുള്ള കുൽദീപ് പുറത്തിരിക്കുകയാണെന്ന് ഓർക്കുക. അപ്പോൾ ഒരു സംശയമുള്ളത് കുൽദീപിനെ ഇനിയിപ്പോൾ അവസാന മത്സരത്തിനായിട്ട് കളിപ്പിക്കേണ്ടതുണ്ടോ, ഇതുവരെയുള്ള വിന്നിംഗ് ഫോമുല മാറ്റേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമാണ്. എന്നാൽ റണ്ണ് ലീക്ക് ചെയ്യുക എന്നുള്ളത് ഫൈനലിൽ വലിയ തിരിച്ചടിയാവും. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും കളിയെ തിരിക്കും. T20 ക്രിക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ഇവൻ നോക്കിയാൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ. 10 താരങ്ങളുടെ കാര്യത്തിൽ സംശയമില്ല. ദെൻ വരുൺ ചക്രവർത്തി കളിച്ചേക്കാം. അദ്ദേഹത്തെ മാറ്റാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ കുൽദീപോ സിറാജോ കളിച്ചേക്കും. അതാണ് ഇന്ത്യയുടെ 11 കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ന്യൂസിലാൻഡിൻ്റെ കാര്യത്തിൽ അവരുടെ സ്ട്രക്ചർ എങ്ങനെയാവും എന്നുള്ളതാണ് ചോദ്യം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അവർ കളിക്കുമ്പോൾ 3 സ്പെഷ്യലിസ്റ്റ് ബൗളേഴ്സിനെ വെച്ചാണ് കളിച്ചത്. ജിമ്മി നീഷം നമ്പർ 9 വന്നു. അദ്ദേഹം 3 ഓവർ എറിഞ്ഞിട്ട് 42 റൺസാണ് വിട്ടുകൊടുത്തത്. മാത്രമല്ല രജിൻ രവീന്ദ്രയുടെ ബൗളിംഗ് കൊണ്ടാണ് അന്ന് ന്യൂസിലാൻഡ് ശരിക്കും രക്ഷപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് അടക്കം. ഡേവിഡ് മില്ലർ യഥാർത്ഥത്തിൽ ഒരു സ്ലോട്ട് ബോൾ മിസ്ക്യൂ ചെയ്തിട്ടാണ് ഔട്ടാകുന്നത്. അതും ബൗണ്ടറി ലൈനിലേക്ക് ക്യാച്ച് ചെയ്തത്. എപ്പോഴും അതുപോലുള്ള ലക്ക് കിട്ടില്ല എന്ന കാര്യം ന്യൂസിലാൻഡിന് അറിയാം. അതുകൊണ്ട് അവർ 11 മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. ജേക്കബ് ഡഫി ഒരു ഓപ്ഷനാണ്. ഇഷ്സോദിയെ അവരൊരു പക്ഷേ ഇറക്കിയേക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഇത് ഹിറ്റ് ദി ഡെക്ക് ബൗളേഴ്സിനാണ് സ്പിന്നേഴ്സിനേക്കാൾ കൂടുതൽ സൂട്ടബിൾ ആവുക ഈ പിച്ച് എന്നുള്ളത് കൊണ്ട് ഇഷ്സോദി ഇറക്കാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ന്യൂസിലാൻഡ് പ്രോബിൾ 11 പോയാൽ ടിം സിഫേർട്ട്, ഫിനാലൻ, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, മാർക്ക് ചാപ്മാൻ, ഡാരിൽ മിച്ചൽ സാൻഡർ, കോൾ മക്കൻസി, ജിമ്മി നീഷം അല്ലെങ്കിൽ ജേക്കബ് ഡഫി അവിടെ മാറ്റത്തിന് സാധ്യതയുണ്ട്. ദെൻ മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗൂസൺ. പിച്ച് കണ്ടീഷനൊക്കെ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് സോയിൽ പിച്ചാണ് ഉപയോഗിക്കുന്നത്. നല്ല രൂപത്തിൽ റണ്ണൊഴുകും, ബോൾ ബാറ്റിലേക്ക് എത്തും. അത്തരത്തിലുള്ളൊരു പിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഹൈ സ്കോറിംഗ് മാച്ച് നമ്മൾ പ്രതീക്ഷിക്കണം. ഏതായാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് ടീം ഇന്ത്യ കിരീടമുയർത്തുന്നത് കാണാനായിട്ട് കാത്തിരിപ്പാണ്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.